എന്തു പറ്റി ഷൈനി? തലയ്ക്കുള്ളില് എന്തോ പെട്ടെന്നൊരു മിന്നലടിച്ച പോലെ. അതെന്താ അങ്ങനെ? അറിയില്ല, ഇപ്പോ ചെറിയൊരു തലവേദന പോലെ. എന്നാ ഇനി ഇവിടെ ഇരിക്കണ്ട, എഴുന്നേറ്റ് വാ, പോയി കിടക്കാം. പോയി കിടക്കാം. ഇതാ ഗബ്രിയേൽ സാറിന്റെ വീട്. എല്ലാരും ഇറങ്ങും. ഗബ്രിയേൽ സാറിന് ഇങ്ങനൊരു സോഷ്യൽ ആക്ടിവിറ്റി ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നില്ല അല്ലേ? ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ പല പുനരധിവാസ കേന്ദ്രങ്ങളുമായി സാറിന് ബന്ധമുണ്ട്. ഈ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ജോലിയാവാം. ഗബ്രിയേൽ സാർ ആയതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സാറിന് നമ്മളെ സഹായിക്കാനും കഴിയും. സാറുമായിട്ട് സംസാരിക്കുമ്പോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ. ആരവിന്റെ പേര് പറയരുത്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് റോസ്മേരി ഹോസ്റ്റലിൽ നിന്ന് വരിക. ഓ, റീന മാഡത്തിന്റെ ഹോസ്റ്റലിൽ നിന്ന്. ഞങ്ങള് ഗബ്രിയേൽ സാറിനെ കാണാൻ വന്നതാ. ഇവിടെ കൺസൾട്ടിംഗ് ഇല്ല, അതൊക്കെ അങ്ങ് ഹോസ്പിറ്റലില്ല. ഞങ്ങൾ അതിനല്ല വന്നത്, മറ്റൊരു കാര്യത്തിന് വന്നതാ. നിങ്ങൾ അകത്തേക്ക് വരൂ, ഞാൻ സാറിനോട് പറയാം. വാ, വരൂ. വണ്ടിയുടെ ഡോർ ആരോ അടച്ച പോലുള്ള സൗണ്ടാണല്ലോ നമ്മൾ കേട്ടത്. കിരൺ, നീ ഡോർ ലോക്ക് ചെയ്തില്ലായിരുന്നോ? ഞാൻ ഡോർ ലോക്ക് ചെയ്താണല്ലോ. പിന്നെങ്ങനെയാ ഡോർ അടഞ്ഞത്? നീ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഡോർ അടച്ചത് ഏതെങ്കിലും സൂപ്പർ പവർ ഒന്നും അല്ലല്ലോ. നമ്മുടെ വണ്ടിയുടെ ഡോർ അല്ല അടഞ്ഞത്. വേറെ ഏതെങ്കിലും വണ്ടിയുടെ സൗണ്ട് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അല്ല, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അകത്തേക്ക് വാ, സാർ അവിടെയുണ്ട്. അന്ന് ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നിട്ട് കൺസൾട്ടേഷൻ എടുക്കാതെ പോയതെന്താ? അത് ലേറ്റ് ആവാൻ തോന്നിയപ്പോ ഞങ്ങള് പോയതാ സാർ. അതേ കാര്യത്തിന് തന്നെയാണോ ഇപ്പോഴും വന്നേ? ഞങ്ങൾക്കിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല സാർ. അല്ല, ഒരാളെവിടെ? അനു നാട്ടിലേക്ക് പോയി. ഇപ്പൊ എന്താ എന്നെ കാണാൻ വന്നേ? സർ, ഞങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം സാറിനോടൊന്ന് സംസാരിക്കാനുണ്ട്. സാർ, സാറിന്റെ ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. കാര്യം എന്താണെന്ന് പറയൂ. സഹായിക്കാൻ പറ്റുന്ന കാര്യമാണോന്ന് കാര്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. പ്രകൃതി ദുരന്തത്തിൽ പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന സംഘടനകളുമായിട്ട് സാറിന് ബന്ധമുണ്ടോ? ഉണ്ടല്ലോ, അങ്ങനെ ചില സംഘടനകളുമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, എന്താ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ടോ? ഞങ്ങക്ക് ഒരാളെ പറ്റി അറിയാനാ. ആരെ? ഒരു ദുരിതാശ്വാസ ക്യാമ്പില് പെട്ടുപോയ ആളിനെ പറ്റിയാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആരെക്കുറിച്ച് അറിയേണ്ടത്? ഏത് ക്യാമ്പിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കുന്നത്? മോഴക്കുന്നില് ഒരു ഉരുൾപൊട്ടലുണ്ടായില്ല സാർ. അതില് പെട്ടുപോയ ആളുകളെ എവിടെയാ പാർപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? മോഴക്കുന്ന്. അവിടെ 30 വർഷം മുമ്പും കഴിഞ്ഞ വർഷവുമായി 2 തവണ ഉരുൾപൊട്ടിയിട്ടുണ്ട്. അല്ല, അതിലേതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത്? കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ് സാർ. ആരെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്?
ആ വ്യക്തിയുടെ പേരറിയോ? പേരറിയാം, അംബിക. അംബിക. അവര് ആ സ്ഥലത്തെ എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു. ആ സ്ത്രീയെ പറ്റിയാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ സ്ഥലത്തുള്ള ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? അല്ല, ആ പ്രദേശം അത്ര സേഫ് അല്ല. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെ ആളുകളെ എവിടെ പുനരധിവസിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. ശരി സാർ, ഉടനെ തന്നെ ആ സ്ത്രീയുടെ വിവരം കിട്ടുമോ? ഉറപ്പ് പറയാൻ പറ്റില്ല. ആ സ്ത്രീയുടെ ഫോട്ടോ വല്ലതുണ്ടോ? ഫോട്ടോ ഇല്ല. ഇത്രയും വിവരങ്ങളെ ഞങ്ങൾക്കറിയൂ. ശരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അല്ല, ഈ അംബിക ആരാ? ആ സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് എന്താ കണക്ഷൻ? ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാ. ജോസഫേട്ടാ, അല്ല, നിങ്ങക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അല്ല, ജോസഫേട്ടനെ ഇവരെയൊക്കെ മനസ്സിലായോ? ഇവര് വന്നപ്പോഴേ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. സർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, മറ്റേ കേസ് നമുക്ക് എന്തായാലും അന്വേഷിക്കാം. ഓക്കെ സർ. ബൈ, ഇറങ്ങാം. അയ്യോ, ഇതാ കുട്ടികളുടെ ആരുടെയോ ഫോണാ. ഇതും കൊടുത്തേക്ക്. അയ്യോ, ഫോണ്. എന്താടി? അയ്യോ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. ഞാൻ പോയി എടുത്തിട്ട് വരാം. നിങ്ങളിൽ ആരുടെ ഫോണാ ഇത്? എന്റെ. ജോസഫേട്ടൻ ഗബ്രിയേൽ സാറിന്റെ ആരാ? ഞാൻ ഗബ്രിയേൽ സാറിന്റെ ബന്ധുവൊന്നുമല്ല, എങ്കിലും ഈ വീട്ടിലൊരു അംഗമാണ്. അത് മനസ്സിലായി. ഇതിനു മുമ്പ് ഞാൻ അടിമറ്റത്ത് അച്ഛന്റെ കൂടെയായിരുന്നു. അവിടെ നിന്ന് ഗബ്രിയേൽ സാറിന്റെ പപ്പയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അന്നു മുതല് ഇതാണ് എന്റെ വീട്. ഇവിടെ ഗബ്രിയേൽ സാറും ജോസഫേട്ടും അല്ലാതെ വേറെ ആരുമില്ലേ? ഇവിടെ